ഏതൊന്ന് മുണ്ടിനേക്കാൾ നീള ട്രൗസറൊക്കെ ഇട്ടിട്ടാണല്ലോ വന്നിട്ടുള്ളത്. യദുവിന്റെ മീശൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും എന്റെ മീശൊക്കെ അങ്ങനെ വെച്ചാലോ എന്ന് ആലോചിക്കുക. യദു കണ്ട ഇത്ര സ്മോൾ ആയിട്ട് പോലും അവന് മീശ ഉണ്ട്. നീ അതേ സൈസ്, പക്ഷെ വെക്കാൻ പോവാണല്ലേ. യദു കോമഡി റൗണ്ട് റൈറ്റ്. നമ്മൾക്ക് എല്ലാവർക്കും ഷുവർ ആണ് യദു സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്യുന്നു. കാരണം യദുവിൽ നാച്ചുറലി ആ കോമഡി ഉണ്ട്. അപ്പൊ യദു, we are all waiting very badly to see your performance. പഠിച്ചു കൊള്ളിക്കുക. All the best. Thank you. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം, കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും. അയ്യോ കാക്കത്തി കൊത്തി പോകും. നോക്കി വച്ചൊരു കരകരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും. നോട്ടം തെറ്റിയാൽ പോകും. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും. അയ്യോ കാക്കത്തി കൊത്തി പോകും. നോക്കി വച്ചൊരു കരകരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും. നോട്ടം തെറ്റിയാൽ പോകും. നട്ടു നനച്ചി വളർത്തിയ പൂച്ചെടി, നട്ടു നനച്ചി വളർത്തിയ പൂച്ചെടി മുട്ട നടത്തി തിന്നും. അയ്യോ മുട്ട നടത്തി തിന്നും. കൂട്ടിനുള്ളിലെ കോഴിക്കുഞ്ഞിനെ കാട്ടുകുറുക്കൻ കക്കും. ഒരു കാട്ടുകുറുക്കൻ കക്കും. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും. അയ്യോ കാക്കത്തി കൊത്തി പോകും. നോക്കി വച്ചൊരു കരകരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും. നോട്ടം തെറ്റിയാൽ പോകും. കാച്ചിക്കുറുക്കിയ മോഹത്തിൻ പാലി, മോഹത്തിൻ പാലി, കാച്ചിക്കുറുക്കിയ മോഹത്തിൻ പാലി, കാച്ചിക്കുറുക്കിയ മോഹത്തിൻ പാലി പൂച്ച കുടിച്ച് പോകും. പൂച്ച കുടിച്ച് പോകും. പത്തിരി ചുട്ട് പരത്തും അവച്ചത് കട്ടുറുമ്പ് തക്കും. ഒരു കട്ടുറുമ്പ് തക്കും. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും. അയ്യോ കാക്കത്തി കൊത്തി പോകും. നോക്കി വച്ചൊരു കരകരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും. നോട്ടം തെറ്റിയാൽ പോകും. This is called ശരിക്കുള്ള കോമഡി റൗണ്ട്. ഇവിടെ എല്ലാരും ഒരു സെക്കൻഡ് പോലും വിടാതെ കണ്ടിന്യൂസ്ലി ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. സുജാത മേനം ചെറി നിർത്താൻ പറ്റിയിട്ടില്ല. സുജാത സൂപ്പർ ആയിരുന്നു. അങ്ങനെയൊക്കെ പാടുമ്പോ സുജാത ചിരിച്ച് ചിരിച്ച് കണ്ണീന്ന് വെള്ളം. പിന്നെ അയ്യോ ചിരിച്ചിരിച്ച് മതിയായി. നമുക്ക് ജഡ്ജസ് നിർത്ത് ഏൽപ്പിക്കുക ഈ പണി. സുജാത ആന്റി താങ്ക്സ് ഡാ, ഇത്രയും ചിരിക്കാൻ അവസരം തന്നേരം. ഇത് ആര് പഠിപ്പിച്ചതാ? അബ്ബാസ് പഠിപ്പിച്ചെന്നോ മോൻ അബ്ബാസിനെ പഠിപ്പിച്ചു കൊടുക്കണം? അപ്പൊ സ്റ്റെപ്സ് പഠിപ്പിച്ചെന്ന